ഹായ്. ചെറിയൊരു 2 മിനിറ്റുള്ളൊരു കുഞ്ഞു വീഡിയോ ആണ്. എല്ലാവരും ജസ്റ്റ് ഒന്ന് കാണണം കേട്ടോ. ഒരു കമൻറ്റിനുള്ള ഒരു മറുപടിയാണ്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജംഷി. ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇങ്ങനെയൊന്നും ഇൻട്രോ പറഞ്ഞിട്ടല്ല പൊതുവേ ഞാൻ എൻ്റെ വീഡിയോ തുടങ്ങാറ്. അപ്പോൾ എന്തായാലും മാറ്റങ്ങൾ ആരാണ് ആഗ്രഹിക്കാത്തത് അല്ലേ? അപ്പോൾ മാറ്റങ്ങൾ വരുത്താൻ ഞാനും തീരുമാനിച്ചു. അപ്പോൾ ഒരു കമൻറ്റിനുള്ള ചെറിയൊരു മറുപടി ആണ് ഈ വീഡിയോ. കമൻറ്റ് ഞാനിവിടെ കൊടുക്കാം. അതിനിടയ്ക്ക് കമൻറ്റ് ഞാനൊന്ന് വായിക്കുകയും ചെയ്യാം. അപ്പോൾ കമൻറ്റ് ഇതാണ്: നിങ്ങൾ ശരിക്കും നന്മയുള്ള മുസ്ലിം സ്ത്രീയാണ്, തൊഴുന്നു ഞാൻ എന്നാണ് കമൻറ്റ്. ജോൺ പോൾ എന്ന് പറഞ്ഞ ഒരു അക്കൗണ്ടിൽ നിന്നാണ് കമൻറ്റ് വന്നിരിക്കുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തെ, നന്ദി. പിന്നെ തൊഴുന്നു ഞാൻ എന്ന് പറയുമ്പം തൊഴാൻ നമുക്ക് തൊഴാനും വണങ്ങാനും ഒക്കെയുള്ള നമുക്കതിനുള്ളൊരു ഇത് തന്നിരിക്കുന്നത്, നമുക്കൊരു അധികാരം തന്നിരിക്കുന്നത്. നമ്മൾ മനുഷ്യന്മാരെ ആരെയും നമ്മൾ തൊഴാൻ പാടില്ല. നമ്മൾ പരസ്പരം സ്നേഹിച്ചാൽ മതി. അത് ജാതി മതമൊന്നും നോക്കി സ്നേഹിക്കേണ്ട. പരസ്പരം ഒരു മനുഷ്യനാണ് എന്നുള്ള പരിഗണന കൊടുത്ത് മനുഷ്യന്മാരെ പരസ്പരം സ്നേഹിക്കുക, സഹകരിക്കുക, സഹായിക്കുക, സന്തോഷിപ്പിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. അതേപോലെ ആ കൂട്ടത്തിൽ എന്നെയും കൂട്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഒരു സഹജീവി എന്നുള്ള രീതിയിൽ എന്നെ കാണുകയും സ്നേഹിക്കുകയും ചാനലൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്താൽ മതി. തൊഴേണ്ട ആവശ്യമില്ല. ഒരിക്കലും ഞാൻ കുറ്റം പറയുന്നതല്ല. അപ്പോഴത്തേക്ക് അവൾ വലിയ ആൾ എന്നുള്ള രീതിയിൽ ഇതിനെ എടുക്കരുത്. നമ്മൾ പഠിച്ച ഒരു വിശ്വാസം അനുസരിച്ച് എന്നെ ആരെങ്കിലും തൊഴുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ്. ഞാനതിന് മാത്രമൊന്നുമില്ല. ഞാൻ സാധാരണ ഒരു മനുഷ്യ സ്ത്രീയാണ്. നമ്മളെല്ലാവരും തൊഴുന്നത്, നിങ്ങൾ തൊഴുന്നത് നിങ്ങളുടെ ഈശ്വരനെയാണെങ്കിൽ ഞങ്ങൾ തൊഴുന്നത് ഞങ്ങളുടെ ഈശ്വരനെയാണ്. നമുക്ക് അതിനുള്ള അധികാരമുള്ളൂ. അതുകൊണ്ട് പറഞ്ഞതാണ്. നിങ്ങൾ ഉദ്ദേശിച്ചത് വണക്കമായിരിക്കാം, പക്ഷേ എന്നാൽ പോലും അതിന് മാത്രമുള്ള ആൾക്കാരൊന്നും അല്ല നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരാണ്. നിങ്ങളുടെ കമൻറ്റ് കണ്ടതിൽ ഒരുപാട് സന്തോഷം. പിന്നെ അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ റിപ്ലൈ ചെയ്തിട്ടുണ്ട്: സുഹൃത്തെ, സന്തോഷം, നിങ്ങൾ ചാനൽ കണ്ട് സപ്പോർട്ട് ചെയ്യണേ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതെൻ്റെ റിക്വസ്റ്റാണ്. കാരണം നമുക്ക് ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു ഉയർച്ച ഉണ്ടാവണമെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ കണ്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പം അതിന് അദ്ദേഹത്തിൻ്റെ മറുപടി എന്താണെന്ന് നോക്കാം. അപ്പോൾ അതിന് റിപ്ലൈ ആയിട്ട് അദ്ദേഹം പറഞ്ഞൊരു കമൻറ്റ് എന്ന് പറഞ്ഞാൽ: നിങ്ങൾ നല്ലത് പറഞ്ഞാൽ സപ്പോർട്ട് മാത്രമല്ല പ്രചാരവും നൽകും. ഈ വീഡിയോ ഞാൻ എൻ്റെ കോൺടാക്റ്റ് ലിസ്റ്റിലുള്ള 23 പേർക്ക് ഷെയർ ചെയ്ത് കൊടുത്തു എന്നാണ് പറഞ്ഞത്. ഏത് വീഡിയോ എന്ന് വെച്ചാൽ, ഞാനൊരു ഷൈനീൻ്റെ വോയിസ് റെക്കോർഡ് പുറത്ത് വിട്ടിട്ട് അതിനെക്കുറിച്ച് സംസാരിച്ച് ഷൈനീൻ്റെ അവസ്ഥകളും ഷൈനി മരിക്കാനിടയായിട്ടുള്ള സാഹചര്യം, അവരുടെ മാനസികാവസ്ഥയും എൻ്റേതായിട്ടുള്ളൊരു ഇതിൽ എന്ന് വെച്ചാൽ വിശദീകരിച്ച് പറയാൻ, ഇപ്പം ഷൈനിയുടെ സാഹചര്യം ഞാൻ കണ്ടിട്ടില്ല, ഞാൻ അറിയുന്ന വ്യക്തിയല്ല. എന്നാൽ പോലും നമുക്ക് അത് പുറത്തുനിന്ന് കാണുമ്പോൾ അവരുടെ സാഹചര്യം ഇന്നതുപോലെയൊക്കെ ആയിട്ടുണ്ടാവാം. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം അവർ സൂയിസൈഡ് ചെയ്യാൻ തീരുമാനിച്ചത് എന്നുള്ള രീതിയിൽ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ആ വീഡിയോ ഇദ്ദേഹത്തിൻ്റെ കോൺടാക്റ്റ് ലിസ്റ്റിലുള്ള 23 പേർക്ക് ഷെയർ ചെയ്ത് കൊടുത്തു എന്നാണ് പറഞ്ഞത്. സുഹൃത്തെ, വളരെയധികം നന്ദിയുണ്ട്. നിങ്ങളുടെ നല്ല മനസ്സിന് സപ്പോർട്ട് ചെയ്യാൻ, വീഡിയോ പ്രചരിപ്പിക്കാനും ഷെയർ ചെയ്ത് കൊടുക്കാനും തോന്നിയതിൽ വളരെയധികം നന്ദിയുണ്ട്. തുടർന്ന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. പിന്നീട് അദ്ദേഹം പറഞ്ഞത്, ആ കമൻറ്റിൽ തന്നെ കുറിച്ചിരിക്കുന്നത്: ജന്മം കൊണ്ട് കിട്ടിയ ഇസ്ലാമിനെ വെളുപ്പിക്കാൻ നോക്കിയാൽ നിങ്ങൾ സ്വയം പരിഹാസിയാവുകയേ ഉള്ളൂ എന്നാണ്. അപ്പം സുഹൃത്തെ, ഒരിക്കലും ഞാൻ ഇസ്ലാമിനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കിയതല്ലേ. കാരണം ഇസ്ലാമിനെ വെളുപ്പിക്കേണ്ട ആവശ്യം ഇല്ല. ഇസ്ലാം ഓൾറെഡി വെളുത്തിരിക്കുന്നതാണ്. ഇസ്ലാമിനെ കരിവാരി തേക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാർ, ഇവരിത് കരിവാരി തേച്ചുകൊണ്ടിരിക്കും. ഇസ്ലാമിനെക്കുറിച്ച് ഒന്നും അറിയാത്ത ആൾക്കാർ ഇത് സത്യമാണെന്ന് വിശ്വസിച്ച് പോകും. അതുകൊണ്ട് ഇസ്ലാമിൽ ജീവിക്കുന്ന ഞങ്ങൾക്കറിയാം ഇസ്ലാം സ്ത്രീകൾക്ക് എന്തെല്ലാം ആനുകൂല്യങ്ങൾ തരുന്നുണ്ട് എന്നും, ഇസ്ലാം എത്രത്തോളം നമ്മളുടെ കാര്യത്തിൽ സ്ത്രീകൾക്കായാലും കുട്ടികൾക്കായാലും എന്തെല്ലാം ആനുകൂല്യങ്ങൾ. ഇത് പലരും ഇസ്ലാമിലുള്ള തന്നെ ഒരു വിഭാഗം ആൾക്കാർ, പുരുഷന്മാർ, അത് അവരുടെ സൗകര്യത്തിന് നിയമങ്ങൾ വളച്ചൊടിച്ച് പ്രചരിപ്പിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇസ്ലാമിനെ ഇങ്ങനെ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുന്നത്. ചില ആൾക്കാർ ഇപ്പോൾ ഒരു കല്യാണം കഴിഞ്ഞാൽ എന്താ പറയുക, പുരുഷന് 4 കെട്ടാം, സ്ത്രീ പുറത്തു പോകാൻ പാടില്ല, സ്ത്രീ മുഖമല്ല മൊത്തത്തിൽ ശരീരം മുഴുവൻ മറച്ചുകൊണ്ട് നടക്കണം, അങ്ങനെയുള്ള പല കാര്യങ്ങളും പറയുമ്പം ഇതിനെയൊക്കെ പല രീതിയിൽ വളച്ചൊടിച്ചിട്ടാണ് പറയുന്നത്. 4 കെട്ടാം എന്ന് പറയുമ്പം 4 കെട്ടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഒരെണ്ണത്തിന് അവിടെ കെട്ടി അവനവൻ്റെ ആവശ്യം കഴിഞ്ഞിട്ട് അതിനെ അവിടെ കളഞ്ഞ് അടുത്തത് വന്നിട്ട് വേറെ ഒരെണ്ണം കെട്ടി അവിടെയും കിട്ടിയ സ്വർണ്ണമോ പൈസയോ അതല്ലെങ്കിൽ ബാക്കിയുള്ള സുഖങ്ങളോ എല്ലാം കഴിയുമ്പോൾ അതിനെ അവിടെ ഉപേക്ഷിച്ചിട്ട് വേറെ അടുത്ത് പോയിട്ട് വീണ്ടും കെട്ടി. ഇതല്ല ഇസ്ലാം പറഞ്ഞിരിക്കുന്ന 4 കെട്ട്. 4 വരെ കെട്ടാമെന്ന് പറഞ്ഞിരിക്കുന്നത് അത് പറഞ്ഞ കാലഘട്ടത്തിൽ യുദ്ധത്തിലും മറ്റുള്ള സംഭവങ്ങളിലൊക്കെ പ്രധാനമായിട്ട് യുദ്ധത്തിലൊക്കെ ഒരുപാട് പുരുഷന്മാർ മരിച്ചു പോകുന്നൊരു സാഹചര്യമുണ്ട്. യുദ്ധം ചെയ്തിട്ട് ചിലപ്പം പകുതി ആൾക്കാരൊക്കെ തിരിച്ചു വരുള്ളൂ. ആണുങ്ങളാണല്ലോ യുദ്ധത്തിന് പോകുന്നത്. അപ്പോൾ ഈ പകുതി ആൾക്കാരുടെ ഫാമിലി, അവരുടെ സ്ത്രീകളും കുട്ടികളും കഷ്ടപ്പെട്ടു പോകുന്ന, താങ്ങും തണലും ഇല്ലാതെ നരകിക്കുന്ന, ജീവിക്കാൻ വേറെ വഴിയില്ലാതെ പിന്നീട് മറ്റുള്ള ആൾക്കാർ ഇവരെ ആക്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവാറുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഈ സ്ത്രീകളുടെ സുരക്ഷ കണക്കിലെടുത്തുകൊണ്ട് നിങ്ങൾക്ക് അവരെ സംരക്ഷിക്കാൻ
പ്രാപ്തി ഉണ്ടെങ്കിൽ, അവൻ്റെ വെറുതെ കല്യാണം കഴിച്ച് അവനവൻ്റെ കാര്യം നടത്തി പോകാൻ വേണ്ടിയിട്ടല്ല, നിങ്ങൾക്ക് അവരെ സംരക്ഷിക്കാൻ പ്രാപ്തി ഉണ്ടെങ്കിൽ നിങ്ങൾ 4 സ്ത്രീകളെ വരെ വിവാഹം കഴിക്കുകയും ഈ 4 സ്ത്രീകളോടും തുല്യനീതി പുലർത്തുകയും അവരെ സംരക്ഷിക്കാനുള്ള സാമ്പത്തികമായിട്ടും ആരോഗ്യപരമായിട്ടും അവരെ സംരക്ഷിക്കാനുള്ള കഴിവും നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ 4 പേരെ വരെ കല്യാണം കഴിക്കുകയും നിങ്ങൾ അവരെ സംരക്ഷിച്ച് അവർക്കിടയിൽ തുല്യനീതി നടപ്പാക്കുകയും ചെയ്യണമെന്നാണ് ഇസ്ലാം പറഞ്ഞിരിക്കുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ചില ബിരുദന്മാർ അവർക്ക് കെട്ടാനുള്ള സൗകര്യം കണക്കിലെടുത്ത് ഇതിനെ പുരുഷന്മാർക്ക് 4 കെട്ടാം എന്ന് മാത്രമാക്കി തീർത്തതാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു സാഹചര്യം ഇല്ല. സ്ത്രീകൾ കല്യാണം കഴിക്കാനോ അല്ലെങ്കിൽ സംരക്ഷിക്കാനോ പുരുഷന്മാരില്ലാതെ കഷ്ടപ്പെടുന്നൊരു സാഹചര്യം ഇന്നില്ല. അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് ആ ഒരു നിയമത്തിന് വലിയ പ്രസക്തിയുമില്ല. അതേപോലെ സ്ത്രീകൾക്ക് പല ആനുകൂല്യങ്ങളും ഇസ്ലാം കൊടുത്തിട്ടുണ്ട്. ഇത് അറിയാത്തവർക്ക് അറിയാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്, വെളുപ്പിക്കാൻ വന്നതല്ല, ഓൾറെഡി വെളുത്തിരിക്കുന്നതാണ്. പിന്നെ ഇതിൽ ഇസ്ലാം പറഞ്ഞിരിക്കുന്നത്, നിങ്ങളൊരു ഒരു പെൺകുട്ടീനെ കല്യാണം കഴിച്ച് കൊണ്ടുവരുമ്പോൾ അവളുടെ വീട്ടിൽ എന്തെല്ലാം സൗകര്യങ്ങളുണ്ടോ, അവളുടെ വീട്ടിൽ മിക്സി ഉണ്ടോ, അവളുടെ വീട്ടിൽ മോട്ടറുണ്ടോ, അവളുടെ വീട്ടിൽ ജോലി ചെയ്യാൻ ജോലിക്കാരുണ്ടോ, അവളുടെ വീട്ടിൽ എന്തെല്ലാം സൗകര്യങ്ങളുണ്ടോ അത്രത്തോളം സൗകര്യം നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം വീട്ടിൽ ചെയ്തു കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ആ കുട്ടീനെ കല്യാണം കഴിച്ചാൽ മതി. അല്ലാതെ നിങ്ങളെ സ്വന്തം വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഈ പെൺകുട്ടിയെ കഷ്ടപ്പെടുത്താനാണെങ്കിൽ നിങ്ങൾ ആദ്യം ആ പണിക്ക് പോകരുത് എന്ന് ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. ഇതാരെങ്കിലും പുറത്തേക്ക് പറയുന്നുണ്ടോ? പറയാത്തത് എന്തുകൊണ്ടാണ്? അപ്പം പറയുന്ന ആരെങ്കിലും ആരും പറയുന്നില്ല എന്നല്ല, മെജോറിറ്റി ആയിട്ടുള്ള അല്ലെങ്കിൽ ഇസ്ലാം സ്ത്രീകളോട് വസ്ത്രധാരണത്തിൽ ശ്രദ്ധിക്കണമെന്നും ശരീരഭാഗങ്ങൾ പുറത്ത് കാണിക്കാതെ നടക്കണമെന്നും പറഞ്ഞത് നിങ്ങളുടെ ചുറ്റുമുള്ള കാമക്കണ്ണുകളിൽ നിന്നും നിങ്ങളുടെ ശരീരം സുരക്ഷിതമായിട്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ ഇവിടെ കണ്ടു കഴിഞ്ഞിട്ടാണെങ്കിൽ ആൾക്കാരുടെ ഉള്ളിലുള്ള കാമം, അത് മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, മുസ്ലിങ്ങൾക്ക് മാത്രമൊന്നുമല്ലല്ലോ ഈ സംഭവം ഉള്ളത്, അതാർക്കായാലും ഈ ഒരു സംഭവം പുറത്തു വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളുടെ സ്വന്തം സുരക്ഷയ്ക്ക് വേണ്ടി നിങ്ങളുടെ ശരീരം മറച്ചിട്ട് നടക്കണേ എന്ന് ഇസ്ലാം പറഞ്ഞത് സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. വേറൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഒരു സ്ത്രീ പ്രസവിച്ച് കഴിഞ്ഞാൽ ആ കുഞ്ഞിന് മുലയൂട്ടൽ ഒരു അമ്മയുടെ കടമയാണ്, ആണല്ലോ. പക്ഷേ ഈ അമ്മയുടെയും കുഞ്ഞുങ്ങളുടെയും ചെലവ് വഹിക്കേണ്ട ആൾ ഈ കുടുംബനാഥനാണ് അല്ലെങ്കിൽ ഭർത്താവാണ് എന്നിരിക്കെ, ഈ കുഞ്ഞിന് മുലയൂട്ടുന്ന സമയത്ത് ഞാൻ നിങ്ങളുടെ കുഞ്ഞിന് മുലയൂട്ടുന്നുണ്ട്, അതിനെനിക്ക് കൂലി തരണം എന്നൊരു ഭാര്യ ആവശ്യപ്പെട്ടാൽ ആ ഭാര്യയ്ക്ക് അതിനുള്ള കൂലി കൊടുക്കൽ ഭർത്താവിൻ്റെ കടമയിൽപ്പെട്ടതാണ്. ഭർത്താവിന് നിർബന്ധമാണ്, അത് കൊടുത്തേ പറ്റുള്ളൂ. അത് ചോദിച്ചാൽ പെണ്ണുങ്ങൾ പിന്നെ മനസാക്ഷിയുള്ളവരാണ്, മനസ്സലിവുള്ള ആൾക്കാരാണ്, പിന്നെ മാതൃഹൃദയമാണ്, അവരാരും കൂലി ചോദിക്കുന്നില്ല. ഏതെങ്കിലും സാഹചര്യത്തിൽ അവർ ചോദിച്ചു കഴിഞ്ഞാൽ ഭർത്താവ് ഇതും കൊടുക്കാൻ ബാധ്യസ്ഥനാണ് എന്നാണ് ഇസ്ലാം പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ ആർക്കെങ്കിലും, ഈ ഇസ്ലാമിനെ കുറ്റം പറയുന്ന ആർക്കെങ്കിലും ഇതൊക്കെ അറിയോ? അറിയാത്ത കാര്യങ്ങൾ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ, മറ്റുള്ളവർക്ക് അറിയാത്ത കാര്യങ്ങൾ ഇസ്ലാമിൽ ഇങ്ങനെയൊക്കെ ഉണ്ട്, നിങ്ങൾ കരുതി വെച്ചേക്കുന്നതല്ല, നിങ്ങൾ പഠിച്ചു വെച്ചേക്കുന്നതല്ല യഥാർത്ഥ ഇസ്ലാം എന്ന് നമ്മൾക്കറിയുന്ന കാര്യങ്ങൾ നമ്മൾ വന്ന് പറയുന്നതേ ഉള്ളൂ. നിങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഒരിക്കലും ഇസ്ലാമിനെ വെള്ളപൂശുവാണ്, അതല്ലെങ്കിൽ വിളിപ്പിക്കാൻ വേണ്ടിയിട്ട് കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് എന്നൊന്നും ആരും ചിന്തിക്കരുത്. നമുക്കറിയുന്ന കാര്യങ്ങൾ, നിങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ നമ്മൾ പറയുന്നതേ ഉള്ളൂ. അപ്പം 2 മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർക്കണം എന്ന് തുടങ്ങിയത് 2-ൽ നല്ല നിന്നിട്ടില്ല എന്നറിയാം. എന്തായാലും പിന്നെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും തരാ.